അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്നത് വളരെ മഹത്വമുള്ള പുണ്യമുള്ള ഒരു രാത്രി. ഇതിനെ സംബന്ധിച്ച് 2-3 ഭാഗങ്ങളിലായി 10 മിനിറ്റിൽ താഴെയുള്ള ക്ലിപ്പുകളായി അല്പം വിവരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹ്ർ തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇذനി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ഇത് പരിശുദ്ധ ഖുർആനിലുള്ള സൂറത്താണ്. ലൈലത്തുൽ ഖദ്റിനെ സംബന്ധിച്ചാണ് ഈ സൂറത്തിൽ പ്രതിപാദിക്കുന്നത്. നമുക്ക് അതിലേക്ക് വരാം. ഒരു ഹദീസ് കൂടി നാം പഠിക്കുകയാണ്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസ്. ഫത്ഹുൽ ബാരി എന്ന് പറയുന്ന കിതാബാണ് ഞാൻ നോക്കിയത്. അതിന്റെ 4-ാം ഭാഗം 320-ാം പേജിൽ ഈ ഹദീസ് ഉണ്ട്. സഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ്. മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഇഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഇതാണ് ഹദീസ്. ഈ സൂറത്തിലും ഈ ഹദീസിലും പറഞ്ഞ കാര്യങ്ങൾ ആദ്യം വിവരിക്കുന്നതിന് മുമ്പ്, പരിശുദ്ധ ഖുർആനിന്റെ അർത്ഥം വിവരിക്കുന്നതിന് മുമ്പ് ഈ സൂറത്ത് ഇറങ്ങാനുള്ള സാഹചര്യം പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട്. ഇമാം റാസി റളിയല്ലാഹു അൻഹു സൂചനാപരമായി മാനപ്പെട്ട തഫ്സീർ ഖുർത്തുബി, ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു, ഇമാം ബഗവി റളിയല്ലാഹു അൻഹു, ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു ഇവരൊക്കെ അവരുടെ തഫ്സീറിൽ വ്യക്തമായും ഒരു കാരണം പറഞ്ഞിട്ടുണ്ട് ഈ സൂറത്ത് ഇറങ്ങാൻ. അത് ഇങ്ങനെയാണ് വിവരിക്കുന്നത്. ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ വന്നു എന്നല്ല പറയുന്നത്, തഫ്സീറിന്റെ കിതാബിൽ ഉണ്ട് എന്ന്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് നിവേദനം ചെയ്യുന്നതായിട്ടാണ് അതിൽ പറയുന്നത്. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികെ വന്നുകൊണ്ട് ഒരടിമയെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുകയാണ്. ബനൂ ഇസ്രായേലിലുള്ള വളരെയധികം പുണ്യവാനായ ഇബാദത്ത് ചെയ്ത ഒരു മനുഷ്യൻ, സംഊനുൽ ഖാസി എന്നാണ് അയാളുടെ പേര്. ഖാസി ഇമാം പേര് പറഞ്ഞിട്ടില്ലെങ്കിലും മറ്റു തഫ്സീറുകളിലൊക്കെ ഈ പേര് അടക്കം വിവരിച്ചിട്ടുണ്ട്. അദ്ദേഹം കാഫിരീങ്ങളായ ആളുകളോട്, ഇസ്ലാമിന്റെ ശത്രുക്കളോട് 1000 മാസം യുദ്ധം ചെയ്തു. 1000 മാസം എന്ന് പറഞ്ഞാൽ 83 വർഷവും 4 മാസവും. അദ്ദേഹത്തിന് ആയുധമായിട്ടുണ്ടായിരുന്നത് ഒരു ഒട്ടകത്തിന്റെ താടിയല്ലായിരുന്നു. അതല്ലാതെ മറ്റൊരു യുദ്ധായുധവും ഉണ്ടായിരുന്നില്ല. ഈ ആയുധം കൊണ്ട് അദ്ദേഹം കാഫിറുകളെ നേരിടുകയും എണ്ണമില്ലാത്ത കണക്കിന് കുഫാറുകളെ, ഇസ്ലാമിന്റെ ശത്രുക്കളെ അദ്ദേഹം അതുകൊണ്ട് നശിപ്പിക്കുകയും ചെയ്തു, യുദ്ധം ചെയ്തു. ദാഹം വരുന്ന സമയത്ത് ആ ഒട്ടകത്തിന്റെ താടിയല്ലിന്റെ പല്ലുള്ള ഭാഗത്തിൽ നിന്ന് വെള്ളം വരും. അപ്പോൾ ആ നല്ല പാനീയം അദ്ദേഹം കുടിക്കും. അദ്ദേഹത്തിന് വിശപ്പുണ്ടാകുന്ന സമയത്ത് അതിൽ ആ എല്ലിൽ തന്നെ മാംസം ഉണ്ടാകും, അദ്ദേഹം അത് തിന്നു. ഇങ്ങനെ 1000 മാസം അദ്ദേഹം യുദ്ധം ചെയ്തു.
അള്ളാഹുവിന്റെ മാർഗത്തിലായി ജീവിച്ചു. എങ്ങനെയാണ് ഇദ്ദേഹത്തെ തടയുക എന്ന കാര്യത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ പരാജയപ്പെട്ടു. അവര് ക്ഷണിതരായി, അവര് ചിന്തിച്ചു. അവസാനം അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അരികെ വന്നുകൊണ്ട്, നിനക്ക് ഞാൻ വലിയ സംഖ്യ ധനം തരാം, ഭർത്താവിനെ എങ്ങനെയെങ്കിലും കൊല്ലുകയാണെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ ഭാര്യ പറഞ്ഞു, അനലാഖുദിറോലാഖത്തിലി, എനിക്ക് സാധിക്കുകയില്ല. അപ്പോൾ അവര് പറഞ്ഞു, നല്ല ശക്തിയുള്ള ഒരു കയറ് തരാം, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ 2 കാലും കൈയും ഉറക്കത്തിൽ കെട്ടിയതിനു ശേഷം ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ വന്ന് കൊല്ലാം. അങ്ങനെ അദ്ദേഹത്തിന്റെ വലിയ ധനം കിട്ടുമെന്ന മോഹം കൊണ്ട് ഭാര്യ അദ്ദേഹത്തിന്റെ കൈയും കാലും ഉറക്കത്തിൽ കെട്ടി. ഉടനെ അദ്ദേഹം ഉണർന്നു. ആരാണ് എന്റെ കൈയും കാലും എല്ലാം കെട്ടിയിരിക്കുന്നതെന്ന് ചോദിച്ചു. ഭാര്യ പറഞ്ഞു, ഞാൻ നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി ചെയ്ത. അപ്പോൾ അദ്ദേഹം അതാ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലി വലിച്ചപ്പോൾ ആ കയറ് പൊട്ടുകയാണ്. ഈ വരം കാഫിറുകളെ അഥവാ ഇസ്ലാമിന്റെ ശത്രുക്കളെ, അന്നത്തെ ശത്രുക്കളെ അറിയിച്ചപ്പോൾ ആ കുഫാറുകൾ വന്നു ഒരു ചങ്ങല കൊണ്ടുവന്ന് കൊടുത്തു. എന്നിട്ട് പിറ്റേ ദിവസം ഉറങ്ങുന്ന സമയത്ത് അതുകൊണ്ട് കെട്ടി. അപ്പോഴും അദ്ദേഹം ഉണർന്നു. ആരാണ് കെട്ടിയതെന്ന് ചോദിച്ചു. നിങ്ങളുടെ ശക്തി പരിശോധിക്കാൻ ഞാൻ ചെയ്തതാണ്. അദ്ദേഹം ഒരു വലി വലിച്ചപ്പോൾ ചങ്ങലയും പൊട്ടി. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, എന്റെ ഞാൻ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട ഒരു വലിയാണ്. എന്നെ പരാജയപ്പെടുത്താൻ ഈ ദുന്യാവിന്റെ കാര്യത്തിൽ നിന്ന് ഒന്നുകൊണ്ടും സാധ്യമല്ല. എന്റെ തലയിലുള്ള ഈ മുടി കണ്ടില്ലേ, നല്ല നീളമുള്ള മുടി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ തലയിൽ. ഇത് മുറിച്ചെടുത്തുകൊണ്ട് കെട്ടിയാൽ മാത്രമേ എന്നെ പരാജയപ്പെടുത്താൻ സാധിക്കൂ, മറ്റുള്ളതൊന്നും എന്നെ പരാജയപ്പെടുത്താൻ സാധിക്കുകയില്ല. ഇത് അറിഞ്ഞപ്പോൾ പിറ്റേ ദിവസം ആ മുടി മുറിച്ചെടുത്തുകൊണ്ട് കയ്യും കാലും കെട്ടി. എന്നിട്ട് ഉണർന്നു നോക്കുമ്പോൾ അദ്ദേഹത്തിന് അത് വലിച്ചു പൊട്ടിക്കാൻ സാധിച്ചില്ല. അപ്പോൾ കാഫിറുകളെ വിവരം അറിയിച്ചു, അന്നത്തെ ഇസ്ലാമിന്റെ ശത്രുക്കളെ വിവരം അറിയിച്ചു. അവരദ്ദേഹത്തിനെ കൊണ്ടുപോയി അറബുസാലയിൽ കൊണ്ടുപോയി ഒരു കാലിന്റെ ഒരു തൂണിന്റെ മുകളിൽ കെട്ടിയിട്ടു. എന്നിട്ട് അദ്ദേഹത്തിന്റെ ചെവിയും കണ്ണും ചുണ്ടും നാവും കൈയും കാലുമൊക്കെ മുറിച്ചു ഇഞ്ചിഞ്ചായി അദ്ദേഹത്തെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. എല്ലാവരും ആ അറബുസാലയുടെ ചുറ്റുഭാഗത്തും അറബുസാലയിലുമായി തടിച്ചുകൂടി. അല്ലാഹു സുബ്ഹാനഹു വ തആല വഹീ മുഖേന അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ വേണ്ടത്? അദ്ദേഹം പറഞ്ഞു, ഈ കെട്ടിടം തന്നെ ഇവരുടെ മേലിൽ തകർന്നു വീണുകൊണ്ട് ഇവർ മരണപ്പെടുകയും ഞാൻ രക്ഷപ്പെടുകയും വേണം. അതിനുള്ള ശക്തി അല്ലാഹു കൊടുത്തു. കെട്ടിടം അദ്ദേഹം അവരുടെ മേലിൽ തകർത്തു. അത് തകർന്നു വീണു. അവരെല്ലാവരും മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഭാര്യയും അക്കൂട്ടത്തിൽ മരണപ്പെട്ടു. അദ്ദേഹത്തെ അല്ലാഹു രക്ഷപ്പെടുത്തി. അവയവങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു കൊടുത്തു. വീണ്ടും 1000 വർഷം അദ്ദേഹം ഇബാദത്ത് ചെയ്തു. ആ ഒട്ടകത്തിന്റെ താടിയല്ല് കൊണ്ട് യുദ്ധം ചെയ്തുകൊണ്ട് ജീവിച്ചു. ഈ ചരിത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കൾക്ക് വിവരിച്ചു കൊടുത്തപ്പോൾ സഹാബാക്കൾ കരഞ്ഞു. എന്തിന്? അവർക്ക് ആഗ്രഹം കൊണ്ട് ഇയാൾക്ക് കിട്ടിയ ഇതുപോലെയുള്ള പ്രതിഫലം ഞങ്ങൾക്കും വേണമല്ലോ അല്ലാഹുവിന്റെ റസൂലേ. ഈ മനുഷ്യൻ പോകുന്ന സ്വർഗത്തിലേക്ക് വളരെ കുറഞ്ഞ കാലം ജീവിച്ച ഞങ്ങൾ എങ്ങനെയാണ് പോവുക എന്ന് ചോദിച്ചതായ സമയത്ത് അങ്ങനെ കരഞ്ഞുകൊണ്ട് സഹാബാക്കൾ പ്രയാസപ്പെട്ടപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ, തീർച്ചയായും നമ്മൾ പരിശുദ്ധമായ ഖുർആനിനെ ലൈലത്തുൽ ഖദ്റിൽ ഇറക്കിയിരിക്കുന്നു എന്ന സൂറത്ത് ഇറക്കി എന്നാണ്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ 1-ാം ഭാഗമാണ്. ബാക്കി ഭാഗങ്ങൾ അടുത്ത് വരുന്നതാണ്. എല്ലാം കേൾക്കണമെന്ന് ഉണർത്തുന്നു. ലൈലത്തുൽ ഖദ്റിൽ ഇബാദത്ത് ചെയ്ത് അല്ലാഹുവിലേക്ക് അടുക്കാനും
വളരെ അധിക കാലം ഇബാദത്ത് ചെയ്ത പുണ്യം നേടാനും നമുക്ക് അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.